ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. സൗത്ത് ഇന്ത്യയിലെ ഏറെ പ്രശസ്തനായിട്ടുള്ള നടനായിരുന്നു നടൻ ഡാനിയൽ ബാലാജി. അദ്ദേഹം മലയാളത്തിലും ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളെങ്കിലും തമിഴിലെ പല സിനിമകളിലെ സൂപ്പർ വില്ലൻ വേഷത്തിലായിരുന്നു അദ്ദേഹം തിളങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിച്ച പല സിനിമകളും നമ്മൾ വീണ്ടും വീണ്ടും കണ്ടിട്ടുമുണ്ട്. 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന് രാത്രിയിൽ പെട്ടെന്ന് സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് വല്ലാണ്ട് നെഞ്ചുവേദന വരികയും ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അദ്ദേഹം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം മരണപ്പെടുകയും ചെയ്തു. ശക്തമായ ഒരു കാർഡിയാക് അറസ്റ്റിലാണ് അദ്ദേഹത്തിന് മരണമുണ്ടായത്. 48 വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന് പ്രായം. എന്തുകൊണ്ടാണ് ഈ പ്രായത്തിൽ, നമുക്ക് 48 വയസ്സെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ പ്രായം, ഒരു മരണത്തിലേക്ക് എത്തുന്ന പ്രായമൊന്നും പറയാൻ സാധിക്കില്ല, എങ്കിലും അദ്ദേഹത്തിന് മരണം കവർന്നെടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ 48 വയസ്സിലൊക്കെ ആൾക്കാരുടെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയും മരണപ്പെടുകയും ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഒരുപാട് പേരിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലെല്ലാം തന്നെ ഇത്തരത്തിൽ സഡനായിട്ടുണ്ടാകുന്ന ഹൃദയാഘാതത്തിനെ പറ്റി കൂടുതൽ വാർത്ത കേൾക്കുന്നുമുണ്ട്. എന്തുകൊണ്ട് ഈ പ്രായത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു? ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ ചെറുക്കാനായിട്ട് സാധിക്കും? വിശദീകരിക്കാം. ഹൃദയത്തിന് രക്തം കൊടുക്കുന്ന രക്തക്കുഴലുകൾക്കകത്ത് ചെറിയ കേടുപാടുകൾ ഉണ്ടാകുകയും ബ്ലഡ് വെസൽ ഡിസീസ് ആയിട്ട് അത് മാറുകയും ഈ ഭാഗത്ത് രക്തകോശങ്ങളും കൊഴുപ്പ് കട്ടകളും വന്ന് അടിഞ്ഞുകൂടിയിട്ടാണ് പലപ്പോഴും ഈ ബ്ലോക്ക് ഉണ്ടാകുകയും പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തുകയും ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യം ഇന്ന് ചെറുപ്പക്കാരിലും വയസ്സായവരിലും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. പഠനങ്ങൾ പറയുന്നത് ലോകമെമ്പാടും 60 വയസ്സ് കഴിഞ്ഞ മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ മരണകാരകമാകുന്നത് ഈ രക്തക്കുഴലുണ്ടാകുന്ന ബ്ലോക്ക് കൊണ്ടുള്ള ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്. ഈ ബ്ലോക്ക് പലപ്പോഴും ചെറുപ്പക്കാരിൽ ഇന്ന് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പുകവലി ശീലമാണ്. ഇന്ന് നമുക്ക് അത്യാവശ്യം ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും പുകവലിയെ ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ട്. പുകവലി ക്യാൻസറിന് കാരണമാകും എന്നെല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്ന് 10 പേർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാൽ അതിനകത്ത് ഒരു 7 പേർക്കും അറ്റാക്കിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് പുകവലി ശീലം തന്നെയാണ്. രണ്ടാമത്തത് അമിതമായി കൊഴുപ്പ് ചേർന്ന ആഹാരത്തിന്റെ ഉപയോഗം. മൂന്നാമത്തത് പ്രമേഹ രോഗമാണ്. പ്രമേഹ രോഗം എങ്ങനെയാണ് രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നതെന്ന് പലർക്കും സംശയം തോന്നാം. എന്നാൽ നിയന്ത്രണത്തിലില്ലാത്ത പ്രമേഹ രോഗമുള്ളവരിൽ രക്തക്കുഴലിന്റെ ഉൾവശത്തുള്ള ആരോഗ്യം ക്രമേണ കുറഞ്ഞു വരികയും അവിടെ ചെറിയ കേടുപാടുകൾ ഉണ്ടാകുകയും ഇതോടൊപ്പം ഈ കോശങ്ങൾ, രക്തകോശങ്ങൾ വന്ന് അടിഞ്ഞുകൂടി ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള ടെൻഡൻസിയും കൂടി വരാറുണ്ട്. അടുത്ത കാരണം ഹൈ കൊളസ്ട്രോൾ ആണ്. രക്തത്തിൽ ചീത്ത കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും വളരെ ഉയർന്ന ലെവലിലേക്ക് വരിക. അതോടൊപ്പം തന്നെ ഗുഡ് കൊളസ്ട്രോൾ, നമ്മുടെ രക്തക്കുഴലിന്റെ ആരോഗ്യത്തിന് വേണ്ട നല്ല കൊളസ്ട്രോളിന്റെ അളവ് വല്ലാണ്ട് കുറഞ്ഞു പോവുക. ഇത് നമ്മുടെ രക്തക്കുഴലിന്റെ ആരോഗ്യം മോശമാക്കുകയും വളരെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കിലേക്ക് ചെന്നെത്തിക്കുകയും ചെയ്യും. അടുത്ത കാരണം എന്ന് പറയുന്നത് ഉയർന്ന രക്തസമ്മർദ്ദമാണ്. ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവരിൽ രക്തം വളരെ ഫോഴ്സിൽ രക്തക്കുഴലിനകത്തൂടി പമ്പ് ചെയ്യപ്പെടുകയും ഇത് രക്തക്കുഴലിന്റെ അകത്ത് ചെറിയ കേടുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഈ ഭാഗത്ത് എഗെയിൻ ഈ ബ്ലഡ് സെൽസ് വന്ന് അടിഞ്ഞുകൂടി പെട്ടെന്ന് ബ്ലോക്ക് ഉണ്ടാക്കിയെന്ന് വരാം. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമിതവണ്ണമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏകദേശം 50% പേര്, അത് സ്ത്രീകളും പുരുഷന്മാരും, അമിതവണ്ണമുള്ളവരാണ്. ഈ അമിതവണ്ണം എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾക്ക് ഒരു പ്രധാന കാരണമായിട്ട് വരുന്നുണ്ട്. അടുത്ത കാരണം എന്ന് പറയുന്നത് കോവിഡ് രോഗമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും എല്ലാം തന്നെ കോവിഡ് വൈറസ് നമ്മളെ ബാധിച്ച് ചിലർക്ക് ചെറിയ ജലദോഷപ്പനി പോലെ വന്നു പോകും, ചിലർക്ക് ഒരു കടുത്ത രീതിക്കുള്ള ബുദ്ധിമുട്ടുകളും വന്നു പോകാറുണ്ട്. എന്നാൽ ഇത്തരം ആൾക്കാർക്കെല്ലാം തന്നെ കോവിഡ് രോഗം വന്നു മാറി ഈ രക്തക്കുഴലിനകത്ത് ചെറിയ രക്തക്കട്ടകൾ ഫോം ചെയ്യുന്ന ടെൻഡൻസി ഉണ്ട്. ഇതെല്ലാം ഈ കോവിഡ് വൈറസിന്റെ ഒരു പ്രത്യേകതയാണ്. രക്തക്കുഴലിൽ ഇത്തരത്തിൽ ചെറിയ രക്തക്കട്ടകൾ ഫോം ചെയ്താൽ ഇത് ഹൃദയത്തിലേക്കുള്ള രക്തധമനികൾക്കകത്ത് വന്ന് ബ്ലോക്ക് ആകുകയും സഡൻ ഹാർട്ട് അറ്റാക്കുകൾ വരികയും ചെയ്യുന്നു. കോവിഡ് രോഗം വന്നു മാറി 1 മാസത്തിനകത്ത് കുഴഞ്ഞു വീണ് മരിച്ചു എന്നെല്ലാം നിങ്ങൾ കേൾക്കുന്നില്ലേ? അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ രക്തക്കട്ടകൾ ഫോം ചെയ്യുന്നതാണ്. അടുത്ത കാരണം എന്ന് പറയുന്നത് നമുക്ക് ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. പലപ്പോഴും വളരെ തിരക്കേറിയ ഒരു ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് അവർ ലൈഫിൽ റിട്ടയർ ചെയ്യുന്നു, പ്രത്യേകിച്ച് അവർ പണിയൊന്നും ഇല്ലാതെ ഇരിക്കുന്നു. ഇങ്ങനെ വളരെ തിരക്കുള്ള ഒരു ലൈഫിൽ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തിരുന്ന ആൾക്കാർ പെട്ടെന്ന് അവരുടെ ലൈഫ് സ്റ്റൈൽ വരുന്നൊരു വ്യത്യാസം, പ്രത്യേകിച്ച് വ്യായാമമില്ല, ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതിന് വ്യത്യാസം വരുന്നു, ഉറക്കത്തിൻ്റെ പാറ്റേണിൽ വ്യത്യാസം വരുന്നു. ഇതെല്ലാം അവർക്ക് ഒരു ബ്ലഡ് വെസൽ ഡിസീസ് ടെൻഡൻസി ഉണ്ടാക്കുകയും അവർക്ക് രക്തക്കട്ടകൾ ഫോം ചെയ്യാനോ ഇല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ടെൻഡൻസി ഉണ്ടാക്കിയെന്ന് വരാം. അടുത്ത കാരണം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ടെൻഷനാണ്. അമിതമായിട്ടുള്ള ടെൻഷൻ ഇന്ന് സ്ത്രീകളിലും പുരുഷന്മാരിലും, പ്രത്യേകിച്ച് ഇന്നത്തെ തിരക്കേറിയ ലൈഫ് സ്റ്റൈലിൽ ചെറുപ്പക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പല കാരണങ്ങൾ, ഉദാഹരണത്തിന് അമിതമായിട്ട് പുകവലി ശീലമുണ്ട്, അമിതവണ്ണമുണ്ട്, എങ്കിൽ നിങ്ങൾക്ക് അമിതമായിട്ട് ടെൻഷൻ കൂടി ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളല്ലാതെ തന്നെ
പ്രായം ചെല്ലുന്നത്, പ്രത്യേകിച്ച് വയസ്സാകും തോറും നിങ്ങൾക്ക് ഹൃദയ രക്തക്കുഴലിനകത്ത് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ബ്ലോക്ക് വരാനുമുള്ള സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ, സ്ത്രീകളും പുരുഷന്മാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ട് ഹാർട്ട് അറ്റാക്കിന്റെ സാധ്യത ഏറെയാണെന്ന് പറയാൻ സാധിക്കും. ഇതിന്റെ കാരണം എന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് മാസമുറ നോർമലായിട്ടുള്ള സമയത്ത് അവരുടെ ഈസ്ട്രജൻ ഹോർമോൺ അവർക്ക് ഹൃദയത്തിന് ഒരു പ്രത്യേക പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ മാസമുറ നിൽക്കുന്ന സമയത്ത് ഈ പ്രൊട്ടക്ഷൻ ഇല്ലാതാകുകയും അവർക്ക് ഹാർട്ട് അറ്റാക്ക് സാധ്യത കൂടി വരികയും ചെയ്യും. അതുകൊണ്ടാണ് ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഹാർട്ട് സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ഇനി ഹൃദയാഘാത ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ ഇത് തുടക്കത്തിൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് വിശദീകരിക്കാം. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നെഞ്ചിന്റെ ഭാഗത്ത് ഒരു ഭാരവും വേദനയും, അതായത് നെഞ്ചിൽ എന്തെങ്കിലും ഒരു വസ്തു, നമ്മളിപ്പോൾ ഒരു കയറോ അല്ലെങ്കിൽ കമ്പിയോ വെച്ച് ഹൃദയത്തിനെ വലിഞ്ഞു മുറുക്കുന്ന പോലൊരു വേദന വരിക, ചിലർക്ക് കയ്യിലേക്ക് ബ്ലേഡ് വെച്ച് വരയുന്നത് പോലുള്ളൊരു വേദന, അത് നെഞ്ചിൽ നിന്നും തോളിന്റെ ഭാഗത്തേക്കോ നമുക്ക് താടിയുടെ ഭാഗത്തേക്കോ ഇല്ലെങ്കിൽ കയ്യിൽ നമ്മുടെ കൈ വിരലുകളുടെ ഭാഗത്തേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന പോലൊരു വേദന വരിക. ചിലർക്ക് വേദന വരുന്നു, കുറച്ച് സമയം കഴിഞ്ഞ് ആ വേദന അങ്ങ് മാറുന്നു, വീണ്ടും ഇത് ആവർത്തിക്കുന്നു. പലപ്പോഴും നെഞ്ചിന്റെ ഭാഗത്തൊരു വേദന വരുമ്പോൾ അതോടൊപ്പം ഏമ്പക്കം പോകുന്നു, വേദന കുറയുന്നു, കുഴപ്പമില്ല. പലപ്പോഴും ഗ്യാസ് ഉള്ളവർക്ക് ഇത് കാണുന്ന ലക്ഷണമാണ്. എന്നാൽ ഇത്തരത്തിൽ വരുന്ന വേദന കുറച്ച് കഴിഞ്ഞ് മാറിയാലും വീണ്ടും ഇത് ആവർത്തിച്ച് വരുന്നു, അതോടൊപ്പം വല്ലാണ്ട് വേർപ്പൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇത് ഹാർട്ടിന്റെ പ്രശ്നമാണോ എന്ന് സംശയിക്കണം. നമുക്ക് പലപ്പോഴും നെഞ്ചിന്റെ ഭാഗത്ത് വരുന്ന വേദനയോടൊപ്പം വല്ലാത്ത ഒരു വെപ്രാളം, ഒരു അമിതമായ ഉത്കണ്ഠ ഈ ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണത്തിന്റെ ഒരു ഭാഗമാണ്. ചിലർക്ക് ഈ പ്രത്യേകിച്ച് പ്രമേഹ രോഗങ്ങളുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ നെഞ്ചിന്റെ ഭാഗത്ത് വേദന വരണമെന്നില്ല. ഇവർക്ക് അമിതമായിട്ടുള്ള വിയർപ്പും ശരീരത്തിന് വല്ലാണ്ട് തളർച്ചയുമായിരിക്കും ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണം കാണുക. ഇത്തരത്തിൽ ഈ രക്തക്കുഴലിൽ ചെറിയ ബ്ലോക്ക് വന്നാൽ ഇത് ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് സംശയം തോന്നിയാൽ ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുക. പലർക്കും നെഞ്ചിന്റെ ഭാഗത്ത് വരുന്ന വേദനയോടൊപ്പം തന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ട്, ഓർക്കാനം, ഛർദില്, മനം പുരട്ടല്, തലകറക്കം, ചിലർ ബോധം കെട്ട് വരെ വീണു എന്ന് വരാം. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. കാരണം നിങ്ങൾക്ക് ഹൃദയാഘാതം ഉണ്ടായി, ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു പേശിയുടെ ഭാഗത്തേക്ക് രക്തം കിട്ടുന്നില്ല എന്നിരിക്കട്ടെ, അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള കോശങ്ങൾ നശിച്ചുകൊണ്ടേയിരിക്കുന്നു. പലപ്പോഴും നെഞ്ചുവേദന വരുന്നു, ആശുപത്രിയിൽ സമയത്തിന് എത്തിയില്ലെങ്കിൽ ഇത്തരക്കാര് പിന്നെ വേണ്ട ചികിത്സ കിട്ടിയാലും മരണപ്പെടുന്നതിന് കാരണം ഹൃദയത്തിന്റെ പല ഭാഗത്തുമുള്ള മേജറായിട്ടുള്ള കോശങ്ങൾ നശിച്ചു പോകുന്നതുകൊണ്ടാണ്. ഹൃദയം വീണ്ടും പ്രവർത്തിക്കാനുള്ള ആരോഗ്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഹാർട്ട് അറ്റാക്കിന്റെ കാര്യത്തിൽ ടൈം ഈസ് മസിൽ, അതായത് എത്രയും നേരത്തെ അവർക്ക് ചികിത്സ നൽകോ അത്രത്തോളം ഹൃദയത്തിന്റെ പേശികളെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഹൃദയത്തിന്റെ പേശികളെ നോർമലാക്കുന്ന ചികിത്സാ മാർഗങ്ങൾ ഇന്ന് ആൻജിയോഗ്രാമിലൂടെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്ന സ്റ്റെന്റ് ഇടുന്ന ചികിത്സാ മാർഗങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഇത്തരം ചികിത്സയിലൂടെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കി 1-2 മണിക്കൂറിനകത്ത് അവർക്ക് ഇത്തരം ഒരു ചികിത്സ നൽകിയാൽ വളരെ പെട്ടെന്ന് നോർമലാക്കാൻ സാധിക്കും. എപ്പോഴും ഹൃദയത്തിലെ പേശികൾക്ക് ഇത്തരത്തിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന സമയം വരെ ആ മരുന്നുകൾ തുടരണം. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള വ്യായാമം, ശരിയായിട്ടുള്ള ഉറക്കം, അവർക്ക് ഭക്ഷണത്തിൽ വേണ്ട നിയന്ത്രണം, പ്രത്യേകിച്ച് കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം ഇവ നിയന്ത്രിച്ച് നിർത്തുക വഴിക്ക് നമുക്ക് വീണ്ടും ഈ അറ്റാക്ക് വരുന്ന ടെൻഡൻസി നമുക്ക് മാറ്റാൻ സാധിക്കും. പലരെയും നിങ്ങൾ കേട്ടിട്ടില്ലേ, 2 വട്ടം അറ്റാക്ക് വന്നു, 3-ാം തവണ കടുത്ത രീതിക്ക് വന്നു. ഇതിനെല്ലാം കാരണം ഒരു തവണ വരുന്ന അറ്റാക്ക് മൈൻഡ് ചെയ്യാതെ വീണ്ടും കുത്തഴിഞ്ഞ ലൈഫ് സ്റ്റൈലിൽ തുടരുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. 48 വയസ്സിൽ മരണമടഞ്ഞ ഡാനിയൽ ബാലാജി, അദ്ദേഹം കാഴ്ചയ്ക്ക് വളരെ ചെറുപ്പക്കാരനാണ്. എന്നിട്ട് പോലും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം നേരിട്ടുള്ള ടെൻഷനോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ വരുന്ന പ്രോബ്ലംസോ ആയിരിക്കാം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മരണത്തിലേക്ക് എത്തിച്ചത്. എങ്കിലും സമയത്തിന് ചികിത്സ നൽകി ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് ഇനിയും അനശ്വരമായ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം നമുക്കിടയിൽ ജീവിച്ചേനെ. എന്റെ പ്രിയപ്പെട്ട വില്ലൻ ഡാനിയൽ ബാലാജിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള മരണങ്ങൾ നമുക്ക് തടയേണ്ടതുണ്ട്. എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.